ആദമുൻ ഇദ്രീസുൻ ഹുദുമ സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖും കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹുത്തദാ ശുഐബു ഹാറൂനു വ മൂസാ അൽയസ ദുൽകിഫിലി ദാവൂദു സുലൈമാനു തബ. എവിടെ ഉണ്ട്? മദ്രസിലെ ഉക്കിലുണ്ട്. അത് പഠിപ്പിക്കാനാണ് പഠിപ്പിക്കാനപ്പം നമ്മൾ മദ്രസ ഉണ്ടായിക്കണേ. മദ്രസിലെ ഉക്കിലുണ്ട്. അറിയാത്തവരിഞ്ഞിപ്പോൾ എന്താ കാട്ടുക? ഒന്നുകിൽ കുട്ടികളെ മദ്രസ ബുക്ക് വാങ്ങിയിട്ട് അതിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ വല്യമ്മാൻ്റെ 15 വക വേർഡ് വാങ്ങിയിട്ട് അതിൽ നോക്കിയാൽ മതി. എന്താ ഈ വല്യമ്മാൻ്റെ 15 വക വേർഡ് എന്ന് പറയാൻ കാരണം വല്ലിപ്പാക്ക് ആ പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. വല്ലിപ്പാക്ക് ആയാതി പരിപാടിയൊന്നുമില്ല. വല്ലിപ്പാക്ക് ഖുറാനോത്തില്ല, ഏടില്ല, ഓത്തില്ല, പാട്ടില്ല, മൗലുദില്ല, ഒരു പരിപാടിയില്ല. വല്ലിപ്പാൻ്റെ പരിപാടി എന്താ വെച്ചാൽ റമദാൻ 1 അന്ന് ളുഹുർക്ക് പള്ളിയേക്കൊണ്ട് വരും. അങ്ങനെ ളുഹുറുസ്കാരം കഴിഞ്ഞിട്ട് ആ മുസാഫിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു തുടങ്ങൽ. ആ ഒരു 1.5 തുടങ്ങലേക്കാരം. ഒരു 4 പേജ് കഴിയുമ്പോഴേക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും, വല്ലിപ്പ അന്നണ്ട് പോയാൽ പിന്നെ വരെ 25 അന്നാണ്. അത് വെള്ളിയാഴ്ചയും കൂടിയും ചേർന്ന് വന്നാൽ, അല്ലെങ്കിൽ അന്നും കാക്കണ്ട എന്നുള്ളതാണ്. പിന്നെ പെരുന്നാൾക്ക് കാത്താൽ മതി. അതാണ് വല്യമ്മാനെ പറയാൻ കാരണം. നിങ്ങളിനോട് ഈറടിച്ചിട്ടൊന്നും കാര്യമില്ല. വല്യമ്മ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ റമദാനൊക്കെ ആകുമ്പോൾ റമദാൻ 28-നോ 29-നൊക്കെ ഒരു ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് മഹല്ലിലൊരു പരിപാടി വെക്കും, ഖുത്ബോധന മഹല്ലിൽ. അപ്പോൾ എല്ലാവരോടും പറയും നമുക്ക് ദ്വാരക്കുമ്പോൾ ഒരു ഉഷാറ് കിട്ടാൻ എല്ലാവരും ഓദ്യ ഹത്തത്തിൻ്റെ എണ്ണം ഒന്ന് ചെറിയൊരു കടലാസിൽ എഴുതി കൊണ്ടുകൊണ്ടു എന്ന് പറയും. വല്ലിപ്പാരൊക്കെ ഒന്നിങ്ങനെ അങ്ങോട്ട് തീരാൻ പോണു എന്നേ ഉള്ളൂ. വല്യമ്മ 4-5 ഓതി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ വല്യമ്മാനെ പറയണതിൻ്റെ കാരണം. ഖുറാനോത്തിലും മൗലൂദോദനയിലും ദിക്റും സലാത്തിലൊക്കെ ഓല് വളരെ മുമ്പന്തിയിലും നമ്മൾ വളരെ ബാക്കിലുമാണ്. സംഗതി ഇപ്പം നമ്മളൊക്കെ ഒരു വർഗ്ഗമാണ് കണ്ട് കാര്യമില്ലല്ലോ. ഉള്ളതുള്ള മാതിരി പറഞ്ഞതാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഉഷാറാവണം, ദേശം കൂടി ഒന്ന് ഉഷാറാവണം. വളരെ ചുരുങ്ങിയ പരിപാടിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം. കുറഞ്ഞ പരിപാടി, ഒരു സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഓതുക, ഒരു തബാറക്ക എല്ലാ ദിവസവും ഓതുക. ഒന്ന് ദുന്യാവുക്കുള്ളതും ഒന്ന് ആഖിറത്തുക്കുള്ളതും എന്ന് പൊതുവേ പറയാന്നേ ഉള്ളൂ. സംഗതി രണ്ടും ആഖിറത്തുക്കുള്ളത് തന്നെയാണ്. സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദാരിദ്ര്യം പേടിയില്ലാത്ത ആരുമില്ല. 15 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായാലും ദരിദ്രനാവാൻ 1 മിനിറ്റ് മുഴുവൻ വേണ്ടി വരില്ല. അത് 15 ഉണ്ടായിരുന്നു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫക്കീറാവാൻ 1 മിനിറ്റ് മുഴുവൻ വേണ്ട. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. ആരെങ്കിലും സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതിയാൽ അവന് ഒരിക്കലും ദാരിദ്ര്യം വരൂല. ദാരിദ്ര്യം പേടില്ലാത്ത ആരുമില്ലല്ലോ. ഈ അബദൻ എന്ന് പറഞ്ഞതിന് വേറെ അർത്ഥം കൂടി ഉണ്ട് എന്നാണ്. അബദൻ എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ വരൂല എന്ന് മാത്രമല്ല, ആഖിറത്തിലും വരൂല എന്നാണ്. ആഖിറത്തിലൊരു ദാരിദ്ര്യം ഉണ്ട്. എന്താ ആഖിറത്തിലെ ദാരിദ്ര്യം? എല്ലാ റമദാൻ മാസത്തിലും ഉംറക്ക് പോയതും എല്ലാ ഹജ്ജ് മാസത്തിലും ഹജ്ജിന് പോയതും മദ്രസപ്പണിക്ക് 2500 കൊടുക്കലും പള്ളിക്കത്തെ പായ് മാറ്റാൻ വേണ്ടി പൈസ കൊടുത്തതും ഒക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് മഹ്ശറയിലാണ് ചെന്ന് നോക്കുമ്പോൾ അതൊക്കെ ഓരിച്ച് തീർന്ന അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ, അതൊരു ദാരിദ്ര്യമാണ്. അതും വരൂല എന്നാണ് സൂറത്തുൽ വാഖിയ പതിവാക്കിയ ആൾക്ക്. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, സ്റ്റേജ് മുകളിലൊരൊന്നും മേടിച്ചോളി, സദസ്സൊന്നും മേടിച്ചോളി, എല്ലാവരും മേടിച്ചോളി, കായ് എല്ലാവരും കൊടുക്കിയിട്ടാണ് ഈ പരിപാടിക്കുള്ള പൈസ എല്ലാവരും ഉള്ളതിന് എടുക്കി കായ് കൈ പിടിച്ച് പൈസ കൈ പിടിക്കുന്നിട്ടാണ് അടുത്ത ആയത് അറിയാൻ. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. ആ പൈസ എടുക്കാനാണ് ചൊല്ലിയത്. എടുത്തില്ലേ? ഇനി പോലെ അങ്ങനെ ആളങ്ങനെ വരുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി. ഇങ്ങോട്ട് നോക്കണം, എന്നാലേ വയതറിയാം. നോട്ടം ഇങ്ങോട്ട്
എടുക്കാൻ പിന്നെ ഒന്ന് നോക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇട്ടുകൊടുക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. എടുക്കാൻ നോക്കിയില്ലെങ്കിൽ വല്ല വല്യമ്മാൻ്റെ ഗോരോജനാഥിൻ്റെ പൈസ എടുത്തുങ്ങാണ്ട് ഇട്ടാൽ പ്രശ്നമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് എടുക്കാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് വെച്ചത്. ഇടാൻ നോക്കണ്ട, അങ്ങോട്ട് നോക്കുക എല്ലാവരും. അങ്ങനെ അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു مثل حسنك ما رأينا قط يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم സ്വലവാത്തുല്ലാഹി അലൈക്കും. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് 6ആണ്, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6അല്ല. ഇസ്ലാം കാര്യങ്ങൾ എന്നത് 5ആണ്, പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ 5അല്ല. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6ഒന്നുമല്ല, 6ഉം 5ഉം 11 ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട്. അതിനെ ചുരുക്കി പറയാമെന്ന് മാത്രം. അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല, കുറേ വിശ്വാസങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞതാണ്, എൻ്റെ വാപ്പാൻ്റെ പേര് എനിക്കറിയാൻ നിർബന്ധമില്ല, വല്ലിപ്പാൻ്റെ പേര് ഏതായാലും അറിയണ്ട. എൻ്റെ വാപ്പാൻ്റെ പേര് അബൂബക്കർ എന്നാണ്, വല്ലിപ്പാൻ്റെ പേര് അഹമ്മദ് എന്നാണ്, വല്ലിപ്പാൻ്റെ വാപ്പാൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്, അബ്ദുറഹ്മാൻ എന്നവരുടെ വാപ്പാൻ്റെ പേര് മരക്കാർ എന്നാണ്. എനിക്കൊരു 25 വാപ്പാരുടെ പേരറിയാം. കാണാതെ അറിയുന്നല്ല, നോക്കിയിട്ട് അറിയാൻ പറ്റും, പക്ഷെ നിർബന്ധമില്ല. അതേസമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരുടെ പേരറിയൽ ഈമാൻ്റെ ഭാഗമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മദ്രസയിലെ ബുക്കിലുണ്ട്, മറന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് മറക്കുന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. എന്താണ് ഈ മറക്കണതിൻ്റെ ഒരു കാരണം എന്നത് ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം ലാസ്റ്റ് പറയാം. അതിനൊരു കാരണമുണ്ട്. പല വിഷയങ്ങളും നമ്മൾ ഇതേമാതിരി പഠിച്ചിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞ 25 അമ്പിയാക്കളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നതാണ്. അള്ളാൻ്റെ 20 വാജിബായ സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നതാണ്. അള്ളാഹുവിൻ്റെ 20 മുസ്തഹീലായ സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നതാണ്. അങ്ങനെ മറക്കാൻ പാടില്ല. ഈമാൻ കാര്യം കൂടി മറന്നാൽ പിന്നെന്താ അതിൻ്റെ അവസ്ഥ? പിന്നെന്താ നമ്മൾ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം എന്ന് രണ്ടാക്കി മാറ്റാണ്ടായ കാരണം? അതൊരിക്കൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നു. തൂവെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. യാത്രയുടെ അടയാളങ്ങളൊന്നും കാണാനില്ല, എന്നാൽ ഞങ്ങൾക്ക് പരിചയവുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആളെ ഞങ്ങൾക്ക് പരിചയമില്ല, എന്നാൽ യാത്രയുടെ അടയാളം കാണാനില്ല. മനുഷ്യരൂപത്തിൽ വന്നു. കാലിൻ്റെ മുട്ടിനോട് മുട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിരുന്നു കൊണ്ട് മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. ഇസ്ലാം എന്താണ്? അപ്പോൾ 5 കാര്യം പറഞ്ഞു. വമൽ ഈമാനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. അപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ തഅബ്ദുല്ലാഹ കഅന്നക തറാ ഇലാ ആഖിരി പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചു, മതസ്സാ ഖിയാമത്ത് നാൾ എന്നേക്കാരെന്ന് ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് ചോദിച്ചത് 2 ആളുകളാണ്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ചോദിച്ചത് ഈ സന്ദർഭം. വേറൊന്ന് ഒരിക്കൽ ഒരു സഹാബി വര്യൻ മലം പ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹാബി നബി തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഖിയാമത്ത് നാൾ എന്നാകുന്നു? നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, വമാ അഅദത്തലഹ, ഡേറ്റ് എന്നായാൽ എന്താ? നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് എൻ്റെ അടുക്കലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരുടെ കൂടെയായിരിക്കും എന്ന് പറഞ്ഞു. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു വർത്താനാണ് ശരിക്കത്. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വലിയൊരു പ്രതീക്ഷയുള്ള വർത്താനാണ് ആ പറഞ്ഞത്. നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവരോടൊപ്പമായിരിക്കുമെന്ന്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടുമാസമാണ് ഇപ്പോൾ റബീഉൽ ആഖിർ.
ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന ആള് ജീലാനി ഷെയ്ഖിൻ്റെ കൂടെയായിരിക്കും. സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടുമാസാണ് അടുത്തത്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന ആൾ അവരുടെ കൂടെയായിരിക്കും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ആൾ മുത്ത് നബിയുടെ കൂടെയായിരിക്കും. കൂടാവാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫിർദൗസിലാണ് പുണ്യ നബി ഉണ്ടാകുക സല്ലല്ലാഹു അലൈഹി വസല്ലം.